ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 88 സന്താനഗോപാലം. ശ്ലോകം 5. നഷ്ടാ അഷ്ടാസ്യ പുത്രാഃ പുനരപി തവ തൂപേക്ഷയാ കഷ്ടവാദഃ സ്പഷ്ടോ ജാതോ ജനാനാമഥ തദവസരേ ദ്വാരകാമാപപാർത്ഥഃ മൈത്ര്യാ തത്രോഷിതോऽസൗ നവമസുതമൃതൗ വിപ്രവർയപ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാമനുപഹൃതസുതഃ സന്നിവേക്ഷ്യേ കൃശാനും. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നഷ്ടാ അഷ്ടാസ്യ പുത്ര പുനരപി തവ തൂപേക്ഷയാ കഷ്ടവാദ സ്പഷ്ടോ ജാതോ ജനാനാം അഥ തത് അവസരേ ദ്വാരകാം ആര പാർത്ഥ മൈത്ര്യാ തത്രോഷിതോऽസൗ നവമ സുത മൃതൗ വിപ്രവർയ പ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുപഹൃത സുത സന്നിവേക്ഷ്യേ കൃശാനും. അർത്ഥം: അസ്യ ഈ ബ്രാഹ്മണന്റെ 8 പുത്രന്മാർ നഷ്ടപ്പെട്ടു പോയി. പുനരപി വീണ്ടും തവ അങ്ങയുടെ ഉപേക്ഷ കൊണ്ട് ജനാനാം ജനങ്ങളിൽ നിന്നും കഷ്ടവാദ കഷ്ടം എന്ന പറച്ചിലും സ്പഷ്ട വ്യക്തമായി ജാത ഉണ്ടായി. അഥ പിന്നീട് തദവസരേ ആ സന്ദർഭത്തിൽ പാർത്ഥ അർജുനൻ ദ്വാരാവതിയെ പ്രാപിച്ചു. അസൗ ഈ അർജുനൻ തത്ര അവിടെ മൈത്രിയ സ്നേഹത്താൽ ഉഷിത താമസിച്ചു. നവമസുതമൃതൗ 9ാമത്തെ പുത്രന്റെ മരണത്തിൽ വിപ്രവർയ പ്രരോദം ബ്രാഹ്മണശ്രേഷ്ഠന്റെ കരച്ചിൽ ശ്രുത്വ കേട്ടിട്ട് അനുപഹൃതസുത പുത്രനെ തരാത്ത പക്ഷം കൃശാനു അഗ്നിയെ സന്നിവേക്ഷ്യെ പ്രവേശിക്കും. ഇതി എന്ന് പ്രതിജ്ഞയെ ചക്രേ ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. നഷ്ടാ ഷ്ടാ അഷ്ടാസ്യ ഇതൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ടാ എന്നുള്ളത്. പുത്ര അവിടെ വിസർഗം. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. നഷ്ടാ അഷ്ടാസ്യ ഷ്ട എന്നൊക്കെ ഉള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പുത്ര അവിടെ വിസർഗം. പുനരപി അപി അത് ചേർത്തിട്ടാണ് പുനരപി. തവ തൂപേക്ഷയ അതൊരു ഒന്നിച്ചൊരു വാക്കാണ്. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഷ്ടാന്ന് ഇവിടെ ഇതുപോലെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വാദ ദ എന്നുള്ളത് ദയേൽത്തെ അവിടെ വിസർഗം. സ്പഷ്ടോ ഇവിടെ അതേ ഷ്ടാന്നാണ്. സ്പഷ്ടോ ജാതോ ജനാനാം അഥ ചേർത്ത് ചൊല്ലുമ്പോൾ ജനാനാമഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തദവസരേ ദ്വാരകാം ആപ പാർത്ഥ അവിടെ വിസർഗം. ദ്വാരകാമാപ ചേർത്ത് ചൊല്ലുമ്പോൾ പാർത്ഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മൈത്രിയ തത്രോഷിത അസൗ ചേർത്ത് ചൊല്ലുമ്പോൾ തത്രോഷിതോസൗ നവമ സുത മൃതൗ വിപ്രവർയ പ്രരോദം ദം എന്നുള്ളത് ദാന്ന് ദയേൽത്തെ ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം എന്നാണ് പ്രതിജ്ഞാം അനുപഹൃത സുത അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സന്നിവേക്ഷ്യ എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. സുത സന്നിവേക്ഷ്യേ അങ്ങനെ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കൃശാനും. നഷ്ടാ അഷ്ടാസ്യ പുത്രാഃ പുനരപി തവ തൂപേക്ഷയാ കഷ്ടവാദഃ സ്പഷ്ടോ ജാതോ ജനാനാമഥ തദവസരേ ദ്വാരകാമാപപാർത്ഥ
मैत्र्या तत्रोषितोऽसौ नवमसुतमृतौ विप्रवर्यप्ररोदं श्रुत्वा चक्रे പ്രതിജ്ഞാമനുപഹൃതസുതഃ സന്നിവേക്ഷ്യേ കൃശാനും. ആറാമത്തെ ശ്ലോകം. മാനീസത്വാമപൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണജാലൈർമഹാസ്ത്രൈः രുന്ധാനഃ സൂതികേഹം പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാമൈന്ദ്രീം തഥാന്യാ സുരവരനഗരീർവിദ്യയാ സാദ്യ സദ്യോ മോക്ഷോദ്യോഗഃ പതിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോഭൂത്. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. മാനീ സ ത്വാം അപൃഷ്ട്വാ ദ്വിജ നിലയ ഗതോ ബാണജാലൈർ മഹാസ്ത്രൈ രുന്ധാന സൂതിഗേഹം പുനരപി സഹസാ ദൃഷ്ട നഷ്ടേ കുമാരേ യാമ്യാം ഐന്ദ്രീം തഥാന്യാ സുരവര നഗരീർവിദ്യയാ സാദ്യ സദ്യോ മോക്ഷോദ്യോഗഃ പതിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോഭൂത്. അർത്ഥം. മാനി ദുരഭിമാനിയായ സ അർജുനൻ ത്വാം അവിടുത്തോട് അപൃഷ്ട്വ ചോദിക്കാതെ കണ്ടിട്ട് ദ്വിജനിലയഗത ബ്രാഹ്മണഗൃഹത്തിൽ ചെന്ന് ബാണജാലൈ ശരസമൂഹം കൊണ്ടും മഹാസ്ത്രൈ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടും സൂതിഗേഹം ഈറ്റില്ലത്തെ രുന്ധാന ആരും പ്രവേശിക്കാതെ തടഞ്ഞവനായി പുനരപി വീണ്ടും അപ്രകാരം ചെയ്തിട്ട് സഹസ പെട്ടെന്ന് കുമാരെ ജനിച്ച കുട്ടി ദൃഷ്ടനഷ്ടേ കണ്ടു കണ്ടില്ല എന്ന മട്ടിൽ പ്രസവിച്ചപ്പോൾ തന്നെ അപ്രത്യക്ഷനായപ്പോൾ യാമ്യം യമനഗരത്തെയും ഐന്ദ്രീം ഇന്ദ്രനഗരത്തെയും അന്യ മറ്റുള്ള സുരവരനഗരീ ദിഗ്ദേവനഗരങ്ങളെയും വിദ്യയാ യോഗവിദ്യയാൽ സദ്യ പെട്ടെന്നു തന്നെ ആസാദ്യ പ്രാപിച്ചിട്ട് മോക്ഷോദ്യോഗ പ്രയത്നം ഫലിക്കാത്തവനായി ഹുതഭുജി അഗ്നിയിൽ പതിഷ്യൻ വീഴാൻ തയ്യാറായ അർജുനൻ ഭവത അങ്ങയാൽ സസ്മിതം പുഞ്ചിരിയോടുകൂടി വാരിത തടയപ്പെട്ടവനായി അഭൂത് ഭവിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. മാനീ സ ത്വാം അപൃഷ്ട്വാ ദ്വിജ നിലയ ഗതോ ബാണജാലൈർ മഹാസ്ത്രൈ രുന്ധാന. അവിടെ വിസർഗം ന്ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സൂതിഗേഹം പുനർ അപി പുനരപി സഹസാ ദൃഷ്ട നഷ്ടേ. ഷ്ട എന്ന് നമ്മൾ നിറയെ പഠിച്ചു മുന്നത്തെ ശ്ലോകത്തിലും. മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കുമാരേ യാമ്യാം ഐന്ദ്രീം തഥാന്യാ. അവിടെ വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സുരവര നഗരീർവിദ്യയാ സാദ്യ സദ്യോ മോക്ഷോദ്യോഗ. അവിടെ വിസർഗം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പതിഷ്യൻ ഹുതഭുജി ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭവത ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സസ്മിതം വാരിത അഭൂത് ചേർത്തിട്ട് വാരിതോഭൂത് ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മാനീസത്വാമപൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണജാലൈർമഹാസ്ത്രൈः രുന്ധാനഃ സൂതിഗേഹം പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാമൈന്ദ്രീം തഥാന്യാ സുരവരനഗരീർവിദ്യയാ സാദ്യ സദ്യോ മോക്ഷോദ്യോഗഃ പതിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോഭൂത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.